സ്ത്രീകൾക്ക് പ്രവേശനമുള്ള പുത്തൻ ശബരിമലയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ക്ഷേത്രത്തിന് ശബരിമല ക്ഷേത്രവുമായി സാദൃശ്യങ്ങൾ ഏറെയാണ്. ക്ഷേത്രത്തിൻ്റെ രൂപത്തിലും പ്രതിഷ്ഠകളിലും ആചാരങ്ങളിലും യഥാർത്ഥ ശബരിമല ക്ഷേത്രത്തോട് സാദൃശ്യം പുലർത്തുന്ന പുത്തൻ ശബരിമല ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 41 ദിവസം നൊയമ്പ് നോറ്റ് ഇരുമുടിക്കെട്ടുമേന്തി 18-ാം പടി കയറി ചെല്ലുമ്പോൾ പുത്തൻ ശബരിമലയിലെ അയ്യപ്പൻ്റെ ദർശനം ലഭിക്കും. യഥാർത്ഥ ശബരിമലയിലെ പോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ പ്രതിഷ്ഠകളും നടത്തിയിരിക്കുന്നത്. അതേ അളവിലും വീതിയിലും തന്നെ നിർമ്മിച്ചിരിക്കുന്നു. മാളികപ്പുറത്തമ്മയും വാവരുസ്വാമിയും കറുപ്പായി അമ്മയും വലിയ കടുത്ത സ്വാമിയും യക്ഷിയും നാഗങ്ങളും ഗണപതിയും പുത്തൻ ശബരിമലയിലും ചൈതന്യം ചൊരിഞ്ഞ് കുടികൊള്ളുന്നു. കന്യരാശിയിൽ ഗണപതിയും കുംഭരാശിയിൽ മാളികപ്പുറത്തമ്മയും പോലെ എല്ലാ പ്രതിഷ്ഠകളും യഥാർത്ഥ ശബരിമലയിലെ പോലെ തന്നെ ഇവിടെയുമുണ്ട്. കൃഷ്ണശില കൊണ്ട് നിർമ്മിച്ച 18 പടികൾ ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആനയുടെയും പുലിയുടെയും കല്ലിൽ കൊത്തിയ രൂപങ്ങളും പടികളിൽ ഏറ്റവും താഴെയായി കാണാൻ കഴിയും. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. പുലിപ്പാൽ തേടിയിറങ്ങിയ മണികണ്ഠൻ കൊടും കാട്ടിലെത്തുകയും അന്നേ ദിവസം കുറെ വൈകിയതുകൊണ്ട് അവിടെയുള്ള ഋഷിമാരുടെ പർണശാലയിൽ താമസിക്കുകയും ചെയ്തു. ആ സമയം പിതാവായ പരമശിവൻ മണികണ്ഠനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പുലിപ്പാൽ ലഭിക്കാനുള്ള ഉപദേശം നൽകി എന്നാണ് പുരാണം. പിതാവിൻ്റെ ഉപദേശം സ്വീകരിച്ച മണികണ്ഠൻ അവിടെ നിന്നും ഉദ്ദിഷ്ട കാര്യനിറവിൽ കൊട്ടാരത്തിലേക്കു മടങ്ങി. അന്നു മണികണ്ഠൻ പുലിപ്പാൽ അന്വേഷിക്കുകയും പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ആ വനപ്രദേശം പിന്നീട് പുത്തൻ ശബരിമല എന്നറിയപ്പെടാൻ തുടങ്ങി. ഇടക്കാലത്ത് ക്ഷേത്രം അഗ്നിക്കിരയായി. പിന്നീട് പുതുക്കിപ്പണിഞ്ഞ് 1999 ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തുന്നത്. 41 ദിവസത്തെ കഠിനവ്രതം നോൽക്കാൻ കഴിയാത്തവർക്കും ഋതുമതികളായ സ്ത്രീകൾക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. 18-ാം പടി ചവിട്ടാതെ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലൂടെയാണ് ഇവർ പ്രവേശിക്കേണ്ടതും അയ്യപ്പസ്വാമിയെ തൊഴേണ്ടതും. യഥാർത്ഥ ശബരിമലയിലേതുപോലെ തന്നെ മകരവിളക്കാണ് ഇവിടുത്തെയും പ്രധാന ഉത്സവം. ജനുവരി 4 മുതൽ 14 വരെയാണ് ഈ ആഘോഷങ്ങൾ നടക്കുന്നത്. അപ്പവും അരവണയുമാണ് ഇവിടെയും പ്രസാദം. നെയ്യഭിഷേകം തന്നെയാണ് പ്രധാന വഴിപാട്. യഥാർത്ഥ ശബരിമലയിൽ നിന്നും പുത്തൻ ശബരിമലയെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ യുവതികൾക്കും പ്രവേശിക്കാം എന്നതാണ്. അതായത് ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഇവിടെ പ്രവേശിക്കുകയും ആരാധന നടത്തുകയും ചെയ്യാം. സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശിച്ച് ദർശനം നടത്താമെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം നിബന്ധനയുണ്ട്. 18-ാം പടി ചവിട്ടിയാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടതെങ്കിൽ യഥാർത്ഥ ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഇവിടെയും പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പടികൾ ചവിട്ടി കയറണമെങ്കിൽ ശബരിമലയിലേതുപോലെ തന്നെ 41 ദിവസത്തെ വ്രതവും ഇരുമുടിക്കെട്ടും നിർബന്ധം തന്നെയാണ്. പടി കയറിയോ വടക്കേ നടയിൽ കൂടി കയറിയോ മുകളിലെത്തിയാൽ വിശ്വാസികളെ കാത്തിരിക്കുന്നത് യഥാർത്ഥ ശബരിമല ക്ഷേത്രത്തിനു തുല്യമായ കാഴ്ചകളാണ്. തിരുവല്ലയിൽ നിന്നും 21 കിലോമീറ്ററും റാന്നിയിൽ നിന്നും 10 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.